നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് വാക്കേരിയിൽ ഭീതി വിതച്ച കടുവയെ തൃശൂർ പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റി. ചാരായം നിർമ്മിക്കാനായി സൂക്ഷിച്ച വാഷും കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ. ദേശീയപാത തൃശൂർ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ മിനി ലോറിക്ക് പിറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് അപകടം. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് വാക്കേരിയിൽ ഭീതി വിതച്ച കടുവയെ തൃശൂർ പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റി. ആദ്യം കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലെത്തിച്ച ശേഷമാണ് ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ കടുവയെ പുത്തൂരിൽ എത്തിച്ചത്. വാക്കേരി കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ ഉച്ചയോടെ കടുവ കുടുങ്ങുകയായിരുന്നു. കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിച്ച WWL45 എന്ന നരഭോജി കടുവ ഇന്നലെ ഉച്ചയോടെയാണ് കൂട്ടിലായത്. ആദ്യം കടുവയെ എത്തിച്ച കുപ്പാടി വന്യമൃഗ പരിപാലന കേന്ദ്രത്തിൽ 7 കടുവകൾക്കുള്ള കൂടുകളാണ് ഉള്ളത്. WWL45 കൂടി എത്തിയതോടെ എണ്ണം 8ആയി. ഈ സാഹചര്യത്തിലാണ് വാക്കേരിയിലെ കടുവയെ പുത്തൂരിലേക്ക് മാറ്റിയത്. ഇപ്പോൾ തൽക്കാലം കടുവ സ്ക്വീസ് കേജിന്റെ ഉള്ളിലാണുള്ളത്. വൂണ്ടിന്റെ മുഖത്തൊരു ഇഞ്ചുറി ഉണ്ട്. മുറിവിന്റെ വ്യാപ്തിയും ആഴവും ഒക്കെ നമ്മൾ നോക്കിയ ശേഷം പഴുപ്പുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ബേസിക് ട്രീറ്റ്മെന്റ് നമ്മളിപ്പോൾ കൊടുക്കും. ആന്റിബയോട്ടിക്സും വൂണ്ട് ക്ലീനിങ്ങും ഒക്കെയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഒരു ദിവസം അതിന്റെ സ്ട്രെസ് ഒക്കെ മാറിയ ശേഷമായിരിക്കും നമ്മൾ കൂടുതൽ വിശദമായ ട്രീറ്റ്മെന്റിലേക്കും ഇതിലേക്കൊക്കെ പോകുന്നത്. അതിനുശേഷമാണ് ബാക്കി ഡിസിഷൻസ് എല്ലാം എടുക്കുള്ളൂ. കടുവയുടെ മുഖത്ത് കാണുന്ന മുറിവുകൾ കാട്ടിൽ മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ചതായിരിക്കാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. കടുവയെ വയനാടിന് പുറത്തേക്ക് മാറ്റുമെന്ന് വാക്കേരിക്കാർക്ക് വനംവകുപ്പ് ഉറപ്പു നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കടുവയെ പുത്തൂരിലേക്ക് കൊണ്ടുപോയത്. വനംവകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് രാവിലെ പുത്തൂരിൽ എത്തിച്ചത്. 8:20-നാണ് കടുവയെ വാഹനത്തിൽ നിന്നും ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ R. കീർത്തി അറിയിച്ചു. ചാരായം നിർമ്മിക്കാനായി സൂക്ഷിച്ച വാഷും കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള റെയ്ഡിൽ TKS പുരത്തു നിന്നും ചാരായം നിർമ്മിക്കാനായി ഉണ്ടാക്കിയ വാഷും 110 ഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. കൊടുങ്ങല്ലൂർ ആനാപ്പുഴ സ്വദേശി തായാട്ട് പറമ്പിൽ ഗോകുലിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. ഷംനാദും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 15 ലിറ്റർ വാഷും 110 ഗ്രാം കഞ്ചാവും അത് വിൽക്കുന്നതിനുള്ള പാക്കറ്റുകളും പിടികൂടി. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം മുന്നിൽ കണ്ടാണ് മയക്കുമരുന്ന് വ്യാജ വാഷും കൈവശം വെച്ചതെന്ന് പ്രതി എക്സൈസ് സംഘത്തോട് പറഞ്ഞു. ഗോകുലിനെ MDMA വിൽപ്പന നടത്തിയതിന് എറണാകുളം എക്സൈസ് കോടതി പിടികൂടി കോടതിയിൽ ഹാജരാക്കി ജയിലിലായിരുന്നെന്നും ജാമ്യത്തിലിറങ്ങി വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നെന്നും എക്സൈസ് പറഞ്ഞു. എക്സൈസ് സംഘത്തിൽ ഉദ്യോഗസ്ഥരായ AV മോയിഷ്, സുനിൽകുമാർ PR, മന്മഥൻ KS, അനിൽകുമാർ KM, രാജേഷ് T, റിഹാസ് AS, സിജാദ് KM, ബിജി PA എന്നിവരും ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ദേശീയപാത തൃശൂർ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ മിനി ലോറിക്ക് പിറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച അപകടം. വഴിമാറിയത് വൻ ദുരന്തം. രാവിലെയായിരുന്നു അപകടം. സ്റ്റാൻഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറിയ KSRTC ബസിന്റെ പുറകിൽ ഇടിക്കാതിരിക്കാനായി പുറകിൽ വന്ന മിനി ലോറി ബ്രേക്കിട്ടു. ഇതോടെ മിനി ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ കണ്ടെയ്നർ ലോറിയുടെ ടയറുകൾ നീങ്ങാത്തത് മൂലം വാഹനം ദേശീയപാതയിൽ കുടുങ്ങിക്കിടന്നു. ഇതോടെ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടായി. റോഡിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് വാഹനം മാറ്റാൻ ശ്രമിച്ചെങ്കിലും മാറ്റാനായില്ല. നിരന്തരം അപകടം സംഭവിക്കുന്ന ഇവിടെ സുരക്ഷയ്ക്കായി നടപടികൾ സ്വീകരിക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യം അധികൃതർ മുഖവിലക്കെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെയും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെയും പരിധിയിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വൈകല്യ നിർണയ മെഡിക്കൽ ബോർഡ് ക്യാമ്പും UDID അദാലത്തും സംഘടിപ്പിച്ചു. മതിലകം പള്ളിവളവ് സെന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ളൊരു കുട്ടിയോ ബന്ധപ്പെട്ടൊരു ആ കുടുംബത്തിനുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമായിരുന്നു, മറ്റാരുടെയും പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ മറ്റാരും അതിലിടപെടുന്ന വിഷയമല്ല. ഇപ്പോൾ അതല്ല. പഞ്ചായത്ത്, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത്, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ, സാമൂഹിക സുരക്ഷാ മിഷൻ, സാമൂഹ്യ നീതി വകുപ്പ്, ഗവൺമെൻറ്, എല്ലാ ആളുകളും ഇതിൽ ഞങ്ങൾക്ക് കൂടി ചെയ്യാൻ കഴിയാൻ ആ കാര്യങ്ങളിലൂടെ നിർവഹിക്കാൻ സന്നദ്ധമാകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്.
എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായി ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. നമുക്കിനിയും ആ കുട്ടികളെയും അത്തരം ആളുകളെയും കൂടുതൽ രംഗത്തേക്ക് സഹായിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം. അത് തന്നെയാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം. ഇപ്പോൾ നമുക്ക് ഇതിനൊരു മെഡിക്കൽ ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങേണ്ട സ്ഥിതിയുണ്ട്. പല ഡോക്ടർമാർ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ളവരെ കാണേണ്ടതുണ്ട്. അതൊന്ന് ഇല്ലാതാക്കാനാണ് ഇതുപോലെ ഒരുമിച്ച് നമുക്കിരുന്ന് നമുക്ക് തൊട്ടടുത്ത കേന്ദ്രത്തിൽ ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ തയ്യാറാകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KP സജീവ്, KSSM കോർഡിനേറ്റർ AR ശരത് എന്നിവർ സംസാരിച്ചു. ഇടവേള.